+2 പഠിച്ച ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ടായി. അവൻ എൻ്റെ അടുത്ത് വന്നത് അവൻ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണം, അതേപോലെ +2 ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ. അപ്പോൾ 10, 12 അല്ലെങ്കിൽ 10 താഴെ മാർക്കായിരുന്നു അവന് പല സബ്ജക്റ്റിലും ഉണ്ടായിരുന്നത്. അതായത് +1 തോറ്റ കുട്ടിയാണോ? ആ അങ്ങനെ +1 തോൽവി എന്നില്ല, +1 +2 കൂടി കമ്പൈൻഡ് ഓക്കെ. അങ്ങനെ മാർക്കാണല്ലോ. കമ്പൈൻഡ് ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് പഠിച്ചു, കേരള സ്റ്റേറ്റ് ഓക്കെ, പഠിച്ചൊരു മനസ്സിലായി. കുട്ടിയായിരുന്നു. അപ്പോൾ അവന് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതി, +2 പരീക്ഷയൊക്കെ എഴുതി. +2 പരീക്ഷയിൽ അവന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൻ്റെയൊക്കെ മാർക്ക് എന്ന് പറഞ്ഞാൽ 54+ ആയിരുന്നു 60-ൽ. ഓക്കെ. ആ ഒരു രീതിയിൽ അത്രയും അതായത് എബോവ് ചേഞ്ച് അവിടെ ആവറേജ് ഉണ്ടായിട്ടുണ്ട്. മാർക്കിലോട്ട് എത്തിക്കാൻ എപ്പോൾ പറ്റും. ടോപ്പ് മാർക്ക് തന്നെ, ടോപ്പ് ഏകദേശം മാർക്ക്. ടോപ്പ് മാർക്ക് തന്നെ ആ രീതിയിലേക്ക് വന്നു. ബേസിക്കലി ആ കുട്ടിക്ക് ഒരിക്കലും പൊട്ടൻഷ്യൽ ഇല്ലായിട്ടായിരുന്നില്ല, ആ കുട്ടിക്ക് അത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു.